സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം. 15 ദിവസം നീണ്ടു നിൽക്കുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മാമാങ്കത്തിന് മുള്ളൂർക്കര ഇരുനിലങ്കോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചു. നാം ഓരോരുത്തരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ ലഹരി വിമുക്ത നവകേരളം പുനഃസൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ എന്ന് ചേലക്കര MLA UR പ്രദീപ് പറഞ്ഞു. സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇരുനിലംകോട് അണിയിച്ചൊരുക്കുന്ന 13ാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റും ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നു മുതൽ മെയ് 4 വരെ 16 ടീമുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഫ്ലഡ് ലൈറ്റ് മത്സരം ആരംഭിക്കുന്നത്. അതിനാൽ നമ്മുടെ ഈ കളി വലിയ ഒരു സന്ദേശം പകർന്നുകൊണ്ടാണ് കളി ഇന്ന് തുടക്കം കുറിക്കുന്നത്. സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ നാടിൻ്റെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുക മാത്രമല്ല, പുതിയ തലമുറകൾക്ക് കായിക രംഗത്തുള്ള ലഹരിയെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കാനും യഥാർത്ഥത്തിൽ മയക്കുമരുന്നെന്ന ലഹരിയെ ജീവിതത്തിൽ തൊടാതിരിക്കാനുമുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്നിവിടെ കൊടുത്തുകൊണ്ട് ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് പുതിയ തലമുറകളെ കായിക രംഗത്തും കലാരംഗത്തും ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു നാട് ഒരുമിച്ച് നിൽക്കണം. അതിൻ്റെ വലിയ സന്ദേശമാണ് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നത്. അതിനെല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ലഹരി എന്ന വിഷത്തെ ഈ നാടിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും യുവാക്കളും പുതിയ തലമുറകളും എല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സൈമ സ്പോർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന റെഡ് ലൈറ്റ് ടൂർണമെന്റിന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MH അബ്ദുൽ സലാം, ക്ലബ് പ്രസിഡന്റ് സോമസുന്ദരൻ, സെക്രട്ടറി മിഥുൻ, ചെയർമാൻ ഷിഹാബ്, ട്രഷറർ KM മൻസൂൺ, KM ഹസീബ് എന്നിവർ സംസാരിച്ചു. 2025 ഏപ്രിൽ 20 ഞായർ മുതൽ മെയ് 4 വരെ ഇരുനിലംകോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് രാത്രി 8 മണിക്ക് നടത്തപ്പെടുന്ന ടൂർണമെന്റിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി വരും ദിവസങ്ങളിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടന മത്സരങ്ങളിൽ സിറ്റി ബോയ്സ് കിളിമംഗലം ഡിഫൈഡർ നെടുമ്പുരയെ എതിരില്ലാതെ 1 ഗോളിന് തോൽപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ യുണൈറ്റഡ് താഴമ്പറയും മാഞ്ചസ്റ്റർ കടമ്പ് ചെമ്പൻപിടിയും ഏറ്റുമുട്ടും. നമ്മുടെ ഈ ഇരുനിലങ്കോട് സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 13ാമത് ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ടൂർണമെൻറ്റ് നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ചേലക്കര MLA UR പ്രദീപ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ, ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും സൈമ ക്ലബിന്റെ പേരിലും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ മെമ്പർ എന്ന പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുനിലങ്കോട് സൈമ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിന് ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ സൈന ഡിജിറ്റൽ മാർട്ട് വളരെ ഭാഗമാക്കാൻ സാധിച്ചതിൽ സൈന ഡിജിറ്റൽ മാർട്ടിന്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ടൂർണമെന്റിനും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനും. ന്യൂസ് ഡെസ്ക് CCV.